ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. ട്രാവലിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ട്രാവൽ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഗോവയിൽ പോയതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയുടെ ആദ്യം ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ അത് ആദ്യം ഒന്ന് കണ്ടിട്ട് വരൂ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി അമ്പലത്തേക്ക് പോകണതും, നമ്മൾ ഇന്നൊരു ദിവസമാണ് ഇവിടെ നിൽക്കണത്, നാളെ രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് നമ്മളിവിടെ എത്തിയത് കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറാൻ പോവാണ് കേട്ടോ. വന്ദേ ഭാരതാണ്. നമുക്ക് ഷൊർണൂരിൽ നിന്നാണ് വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിതാ ഷൊർണൂർ ഏകദേശം എത്താറായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 10 മണി ആകുമ്പോഴാണ് നമ്മുടെ വന്ദേ ഭാരത്. നമ്മൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷൊർണൂർക്ക്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഏകദേശം ഒരു എയർപോർട്ടിലൊക്കെ എത്തിയ ഫീലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നുക. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേസും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിത് ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പിന്നെ പാലക്കാട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചൂടെടുത്ത് വയർത്തൊലിച്ച് ഫാൻ തപ്പി നടക്കുമായിരുന്നു. ഫാനിൻ്റെ ചോട്ടിൽ തന്നെ നിന്നിട്ട് കുറച്ചധികം നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് കുറച്ചധികം സമയം ഇവിടെ നിൽക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇന്നൊരൊറ്റ ദിവസമാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിൽക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തെ വന്ദേ ഭാരതിൽ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് നാളെ രാവിലെ ആകുമ്പോഴേക്കും പാലസിലും ഒക്കെ കറങ്ങി പോരണം എന്നൊക്കെയുള്ളതാണ്. പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മുടെ വന്ദേ ഭാരത് എത്തിയിട്ടുണ്ട്. വന്ദേ ഭാരത് പിന്നെ എപ്പോഴും കറക്റ്റ് ടൈമിൽ തന്നെ എത്തുമല്ലോ. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഇനി ട്രെയിനിൽ കയറി നമുക്ക് കുറച്ച് നേരം ഇരിക്കാനുണ്ട്. ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുക കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റൊക്കെ മുന്നേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ഒന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലും എല്ലാം മുന്നേ കുട്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ അങ്ങനെ വന്ദേ ഭാരത് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയുടെ ഒരു കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. നമ്മുടെ 2 ദിവസം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് എന്നൊക്കെ കാണിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ഇതിൽ ഒരുവിധം എല്ലാം ആഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഈ ഒരു യാത്ര പോയത് ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടാണ്. ഭയങ്കര ചൂടുള്ളൊരു ടൈം ആയതുകൊണ്ട് വന്ദേ ഭാരത് ഉള്ളത് ഭയങ്കര ഒരു സമാധാനമായിരുന്നു. നമുക്ക് ആ ഒരു യാത്രാക്ഷീണം ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്ദേ ഭാരതിൽ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ നേരത്തെ റെഡി ആയിട്ട് പോരുമ്പോൾ ഒന്നും ഫുഡിൻ്റെ ഒന്നും നോക്കേണ്ടതെന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അതും ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് വന്ദേ ഭാരത് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. നമ്മൾ കയറി ഒന്ന് ഇരുന്ന് സെറ്റായപ്പോഴേക്കും നമുക്കുള്ള ചായയും ബിസ്ക്കറ്റും എത്തിയിട്ടുണ്ട്. സാധാരണ ഞാനൊരു ചായ കുടിക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ വന്ദേ ഭാരതിൽ കയറുമ്പോൾ എപ്പോഴും ചായ കുടിക്കാറുണ്ട്. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അവിടെ ഇരുന്നിട്ട്. ചുമ്മാ ചായയും കുടിച്ച് പുറത്തേക്ക് നോക്കി അങ്ങനെ ഞാനിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ അവസ്ഥ കണ്ടത്. ആകെ വറ്റി വരണ്ട് ലേശം വെള്ളം മാത്രമായിട്ട് നിൽക്കുന്ന ഭാരതപ്പുഴ. എന്തായാലും നമുക്ക് അവിടെ എത്തണ വരെ സമയമുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ചരിത്രം പറഞ്ഞാലോ. നമ്മളിത് ഇപ്പം മെയിനായിട്ട് പോണ സ്ഥലത്തെ പറ്റി തന്നെ പറയാം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ നമ്മളിത് ഇപ്പോൾ പോണ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഒന്നാണ് കേട്ടോ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ന്യൂസിൽ ഈ അമ്പലം ഉണ്ടായിരുന്നതും ഈ സമ്പത്തിൻ്റെ പേരിലാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് കേട്ടോ ഇന്നത്തെ രീതിയിൽ കാണുന്ന ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിതത്. ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരള ദ്രാവിഡ സ്റ്റൈലിലാണ് കേട്ടോ. നമുക്ക് 2 സ്റ്റൈലും ഇവിടെ കാണാൻ പറ്റും. യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. 3 വാതിലുകളിലൂടെയാണ് കേട്ടോ നമുക്ക് വിഗ്രഹ ദർശനം. പിന്നെ ഈ വിഗ്രഹത്തിന്റെ നീളം വരുന്നത് 18 അടിയാണ്. ഉഗ്ര നരസിംഹസ്വാമി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നീ മറ്റ് 2 പ്രധാന പ്രതിഷ്ഠകൾ കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. ഏതാണ്ട് ഒരു 7 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തിന്റെ ഒത്ത നടുക്കിലാണ് കേട്ടോ. ബസ് വഴിയോ ട്രെയിൻ വഴിയോ ഫ്ലൈറ്റ് വഴിയോ എല്ലാം ഇങ്ങോട്ട് വരാനും എളുപ്പമാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മളിതാ ഇറങ്ങുന്നതും ഇതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്തപ്പോഴേക്കും നമ്മുടെ ലഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ദേ ഭാരതിൽ ലഞ്ച് തന്നെയാണ് ചൂസ് ചെയ്തത്.
വെജാണ് ചൂസ് ചെയ്തത്, കാരണം നമുക്ക് അമ്പലത്തിൽ പോകണമല്ലോ, അതുകൊണ്ട് വെജ് തന്നെയാണ് ചൂസ് ചെയ്തത്. കുറച്ച് റൈസ്, പൊറോട്ട, ഒരു വെജിറ്റബിൾ കറി, പിന്നെ ഒരു പൊട്ടാറ്റോ മസാല, പിന്നെ ഒരു മിൽമയുടെ ഒരു കേട്, പിന്നെ ഒരു സേമിയ പായസം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ലഞ്ച് ഇന്നത്തെ. ഞാൻ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ ഇൻഫർമേഷനും അതുപോലെ തന്നെ ഈ വിക്കിപീഡിയയിലൊക്കെ വായിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഫുൾ ഡീറ്റെയിൽസ് വായിക്കാമല്ലോ. ഞാനിവിടെ വളരെ ചുരുക്കിയാണ് മൊത്തത്തിൽ പറഞ്ഞത്. ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറേ സീനറീസ് കണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ട്രെയിനിൽ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അതും വന്ദേ ഭാരതിൻ്റെ വിൻഡോ സീറ്റിൽ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ഇവിടെ എത്തിയത്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഊബർ ബുക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഓട്ടോ ഉണ്ട്, ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണെങ്കിലും അത്ര ദൂരമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ക്യാബ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. നട്ടുച്ച നേരത്താണ് നമ്മളിവിടെ ഇറങ്ങിയതെങ്കിലും പാലക്കാടിനെ അപേക്ഷിച്ച് ചൂട് വളരെ കുറവായിരുന്നു കേട്ടോ ഇവിടെ. രാവിലെ നമ്മൾ വന്ദേ ഭാരതിൽ കയറാൻ ഷൊർണൂർ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചൂട് കുറച്ച് കുറവാണെന്ന് തോന്നി. പിന്നെ പാലക്കാട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ചൂടും. അപ്പോൾ അതെ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ, ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലും. ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഇത് സെൻട്രൽ റെസിഡൻസി എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടുന്നും അധികം ദൂരമൊന്നുമില്ല അമ്പലത്തിക്കും. ഒരു നടുവിലായിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ് എല്ലായിടത്തേക്കും പോകണമെങ്കിലും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരു ദിവസം താമസിക്കാൻ പോകുന്ന റൂം. നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ റൂം. കയറി ചെല്ലുമ്പോൾ തന്നെ വാഷ്റൂമാണ് കേട്ടോ. നമ്മുടെ വാഷ്റൂം ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. കുറച്ച് കബേർഡ്സ് ഒക്കെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് 2 അപ്പോൾ കുഴപ്പമില്ലാത്തൊരു റൂമാണ്. ഒരു ദിവസമൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു റൂം തന്നെയാണ്. പിന്നെ ഇവരുടെ സർവീസ് ആണെങ്കിലും നല്ലതായിരുന്നു. പിന്നെ നമുക്കിതാ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ റൂം. നമുക്കങ്ങനെ ഒരുപാട് സമയമൊന്നുമില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുണ്ട്. നമുക്ക് വേഗം റെഡി ആയിട്ട് അമ്പലത്തിൽ തൊഴണം. അപ്പോൾ ഇനി ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇനി നമുക്ക് ഇവിടുന്ന് അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:10 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നു, ഒന്ന് ഫ്രഷായി. ഇനി നമ്മൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അമ്പലത്തിൽ പോയി അവിടെ ഒന്ന് തൊഴുത് പിന്നെ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി വീഡിയോ ആയിരിക്കും. പിന്നെ എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ഫോൺ കയറ്റില്ലല്ലോ, അപ്പോൾ പുറത്ത് വെച്ചിട്ട് പോകേണ്ടി വരും. എന്നാലും കുറച്ചധികം എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. നമ്മളിത് ഇറങ്ങിയിട്ടോ, നമ്മൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോട്ടലിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നിന്നപ്പോൾ തന്നെ നമുക്ക് ഓട്ടോ കിട്ടി. അതുകൊണ്ട് നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്യാനൊന്നും ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അമ്പലം എത്തിയിട്ട് കാണാം. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ദൂരം നമുക്ക് കാണാൻ പറ്റും ആ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം. ഇവിടെ ദർശന സമയം ഉണ്ട് കേട്ടോ, അത് ഞാനിവിടെ സ്ക്രീനിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. ഞങ്ങളിതാ ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് ഏകദേശം എത്തിയത്. നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ചിത്രമാണല്ലോ ഇത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾക്ക് ഓർമ്മ വരിക ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പിക്ചറാണ്. നമ്മളിത് ഇവിടെ എത്തിയിട്ടോ. ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകും. ഇവിടെ പ്രത്യേകമായിട്ടുള്ള വസ്ത്രധാരണ രീതികളുണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകളാണെങ്കിൽ സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ കുർത്തയോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ഒരു മേൽമുണ്ട് പോലെ ധരിക്കണം. അതെല്ലാം ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പുരുഷന്മാരാണെങ്കിലും അതേ മുണ്ട് ഉടുക്കണം. പിന്നെ ഫോണ്, ചെരുപ്പ്, ബാഗ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും. ഈ സമ്പത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്നതൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി ഭയങ്കര തിരക്ക് കുറവായിരുന്നു. അതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച ഇവിടെ എല്ലായിടത്തും അവധിയായിരിക്കും. കൊട്ടാരങ്ങളാണെങ്കിലും എല്ലാ സ്ഥലത്തും അവധിയായിരിക്കും. അതുകൊണ്ട് തിങ്കളാഴ്ച ഇവിടെ കാണാനൊന്നും ഉണ്ടാവില്ല. ആകെ അമ്പലത്തിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെ വെച്ച് ഭയങ്കര തിരക്ക് കുറവായി തോന്നി. അതുകൊണ്ട് ഞങ്ങൾക്കും കൊട്ടാരങ്ങളിലും ഒന്നും പോകാൻ പറ്റില്ല. തിങ്കളാഴ്ച എല്ലായിടത്തും അവധിയാണ്. അപ്പോൾ ആരെങ്കിലും കൊട്ടാരങ്ങളിലൊക്കെ പോകാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. ഒരു ദിവസം വെറുതെ പോകും. പക്ഷേ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം അമ്പലത്തിൽ പോകുക എന്നുള്ളതാണെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ തിരക്ക് ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ സുഖമായ അമ്പലത്തിലൊക്കെ കയറി വലിയ തിരക്കില്ലാതെ തൊഴുത് ഇറങ്ങി. അടുത്തുള്ള 1-2 അമ്പലങ്ങളിലും കൂടിയും പോയി. അതുപോലെ പിറ്റേ ദിവസം തിങ്കളാഴ്ച വേറെ ഇങ്ങോട്ടും പോകാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആറ്റുകാല അമ്പലത്തിലും പോയി, സെക്രട്ടേറിയറ്റിലും പോയി. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഞങ്ങൾ പാലസിൽ പോകാൻ കുറച്ചധികം എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ പോകാൻ പറ്റാത്തതിൽ
ഭയങ്കര നിരാശ തോന്നി. പക്ഷെ നിരാശപ്പെട്ട് കാര്യമില്ല, നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പാലസിൽ പോകുന്ന വീഡിയോ കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ തിങ്കളാഴ്ച പോകാൻ പറ്റാത്തത് കൊണ്ടും തിങ്കളാഴ്ച വൈകുന്നേരം നമുക്ക് തിരിച്ച് വന്ദേ ഭാരത് ഉള്ളതുകൊണ്ടും നമുക്ക് പാലസിലൊന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് വന്ന് തിരിച്ച് ഫ്രഷായി കിടന്നുറങ്ങി പിറ്റേ ദിവസം ആറ്റുകാൽ അമ്പലത്തിൽ പോയി, സെക്രട്ടേറിയറ്റിലും പോയി. അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. സെക്രട്ടേറിയറ്റിലും നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരം ട്രിപ്പ് ഉണ്ടായത്. ഞാൻ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇതൊരു കുട്ടി വീഡിയോ ആണ്, ഒരുപാട് കാണാൻ മാത്രമുള്ള ഒരു വീഡിയോ ഒന്നും ഇതിലില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു യാത്ര മെമ്മറബിൾ ആക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഈ ഒരു ഓട്ടോ ക്ലിപ്പ് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. പക്ഷെ അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്തതാണ്. ഈ കാണുന്നതാണ് ആറ്റുകാൽ അമ്പലം. ആ വളരെ ഫേമസ് ആയിട്ടുള്ള ആറ്റുകാൽ അമ്പലം, ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.